നമസ്കാരം, രതീഷാണ്. നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റമാണ് ഈ ഒരു വീഡിയോയ്ക്കുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മൾ ഫാമുകൾ എടുത്തു, അക്വാപോണിക്സ് എടുത്തു, മറ്റ് കൃഷിരീതികളെല്ലാം എടുത്തു. എന്നാൽ ഒരു ജൈവ മേഖലയിലെ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വെക്കുക എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ്. അതായത് നമ്മൾ ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്ത്, അതായത് മണ്ണാർക്കാട് മലയോര മേഖലയാണ് ഇത്. മണ്ണാർക്കാടിനടുത്താണ് ശ്രീകൃഷ്ണപുരം. ഈ ശ്രീകൃഷ്ണപുരത്തിനടുത്ത് വലമ്പിലിമംഗലം എന്ന സ്ഥലത്ത് രവി പുലിക്കോട്ടിൽ എന്ന് പറഞ്ഞ ഒരു ജൈവ കർഷകൻ നമുക്ക് കമുങ്ങിൽ നിന്നുള്ള പാള കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അത് വളരെ ലാഭകരമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ ഓർഗാനിക് കേരളം ഇപ്രാവശ്യം ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു തീം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം നമുക്ക് കർഷകരെങ്ങനെ ലാഭകരമായ രീതിയിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും രവിചേട്ടൻ്റെത്. കാരണം രവിചേട്ടൻ ഈ ഒരു മേഖലയിൽ 4 വർഷമായി നിൽക്കുന്നു. ഈ 4 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഒരു പരിചയം എന്ന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പുള്ളിക്ക് കഴിയും. കാരണം ഞാൻ പുള്ളി ഇവിടെ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ, ഇതെങ്ങനെ ചെയ്യാം, ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതെല്ലാം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫാമിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഗ്രീൻ ട്രെൻഡ്സ് എന്നാണ്. അപ്പോൾ ഗ്രീൻ ട്രെൻഡ്സിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ രവിചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ പാള കൊണ്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കേരളത്തിൽ ഒരുപാട് സാധ്യതയുള്ളൊരു ബിസിനസ്സാണത്. അപ്പോൾ ഇതിലേക്ക് രവിയേട്ടൻ വരാണ്ടായ കാര്യം എന്താണ്? ഇതിപ്പോൾ ഒരു 4-5 വർഷം മുന്നേ പേപ്പറിലൊരു പരസ്യം കണ്ടിട്ട് അത് വായിച്ചിട്ടാണ് ഞാനിതിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതങ്ങനെ അന്ന് തുടങ്ങിയത് ഇപ്പോൾ 4 വർഷമായി ഇത് ഞങ്ങളിവിടെ നടത്തി പോരുന്നുണ്ട്. ഈ പേപ്പറിലൊരു വാർത്ത കണ്ടിട്ട് അതിൻ്റെ അതിനാണ് ഈ പ്രചോദനം വന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം, അതായത് ഇത്രയും പാള നമുക്ക് വേണം നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഈ പാള ഞങ്ങൾ പിന്നെ കർണാടക, പിന്നെ നമ്മുടെ കേരളത്തിൽ അട്ടപ്പാടി, സേലം, ഏജന്റുമാരുണ്ടോ? ഏജന്റുമാരുണ്ട്, ഉണ്ട്. ഏജന്റുമാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാള ഇവിടെ എത്തിച്ചു തരും. പിന്നെ നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടും, പക്ഷേ അത് സ്വരൂപിച്ച് തരാൻ ആൾക്കാരില്ല. പാള ഇഷ്ടംമാതിരി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ശരിക്കും ഇത് വലിയൊരു സാധ്യതയാണ്. അതായത് ഈ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് തന്നെ ഒരു വരുമാന മാർഗം. അതെ അതെ അതെ. ഒരു പാള ഇവിടെ കൊണ്ടു തരികയാണെങ്കിൽ 3 രൂപ കൊടുക്കാൻ നമ്മൾ പറയുന്നുണ്ട്. 3 രൂപ കൊടുക്കാന്ന് പറയുന്നത്. പക്ഷെ ആരും അതിന് കൊണ്ടുവരുമ്പോൾ എത്ര രൂപ ആവുന്നുണ്ട്? 3 രൂപ 80 പൈസ, 4 രൂപ വരെ വരും. 4 രൂപയുടെ അടുത്ത് ഒരു പാളയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു ലോഡിൽ എത്ര പാള ഉണ്ടാവും? 13,000 മുതൽ 15,000 വരെ. ഉണങ്ങിയ പാളയാണെങ്കിൽ കുറച്ച് എണ്ണം കുറയും. പച്ചപ്പാളയാണെങ്കിൽ എണ്ണം കൂടും. പക്ഷെ പച്ചപ്പാള നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മുഴുവൻ ഉണക്കണം. ഉണക്കി വേണം ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ. അതെല്ലേ? സാധാരണ എങ്ങനെയാണ് വരാറ്? ഉണങ്ങിയത് വരാറുണ്ട്? അല്ല, ഉണങ്ങിയത് വരും. ഉണങ്ങിയത് വരുമ്പോൾ നമ്മൾ 4 രൂപ ഒരു പാളയ്ക്ക് വില വരുന്നുണ്ട്. പച്ചയാണെങ്കിൽ 3 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 3 രൂപയ്ക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഉണങ്ങാൻ 1 രൂപ വീണ്ടും അതിന് ചിലവ് വരും. അപ്പോൾ 4 രൂപ തന്നെ നോക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും കൂടി ഒരു ഗുണമാവും. പെറുക്കി കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഒരു വരുമാനമാണ്. അല്ലേ? അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടല്ലേ? ശരിക്കും എന്താണ് ഇതിന്റെ പ്രോസസ്സിങ്? എങ്ങനെയാണ് ഇതിപ്പോൾ പാള വന്നു കഴിഞ്ഞാൽ പച്ചയാണെങ്കിൽ നമ്മൾ ഉണക്കും, നല്ലോണം ഉണക്കി നമ്മൾ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്യണം. സ്റ്റോക്ക് ചെയ്തിട്ട് എത്ര ദിവസം വരെ ഈ പാളായിരിക്കും? അല്ല, ഇത് നമ്മൾ സൂക്ഷിക്കണ മാതിരിയാണ്. നല്ലോണം പിന്നെ തണുപ്പും കാറ്റൊന്നും അടിക്കാതെ വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ പാളയിരിക്കും ഉണങ്ങിയിട്ട്. ആ രീതിയിൽ വേണം. ഗോഡൗൺ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അല്ല, അത് കാറ്റും വെളിച്ചം കയറാത്ത രീതിയിൽ വേണം. കാറ്റും വെളിച്ചം കയറാത്ത രീതിയിലാണ് സൈഡൊക്കെ നല്ലോണം മറച്ചിട്ട് ചെയ്യുന്നത്. ഉണക്കിയതിന് ശേഷം ഉണങ്ങിയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ദിവസം പണിയെടുക്കാനുള്ളത് രാവിലെ ജോലിക്കാർ വന്നിട്ട് അവർ കുറച്ച് പാള അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത്. നല്ല വെള്ളം നമ്മൾ
കുടിക്കുന്ന വെള്ളം ഒരു 10-2000 ലിറ്റർ വെള്ളം ഓരോ ദിവസവും വേണം. ആ വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇവിടെ കുത്തിച്ചാരി വയ്ക്കണം. വെള്ളം വാർന്നു പോകണം. അപ്പോൾ ഇതിന് ഈ കുതിർച്ച വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കഴുകണത്. പിന്നെ അഴുക്ക് അപ്പോൾ അടിക്കാൻ പറ്റില്ല, മെഷീനിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഷേപ്പ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കഴുകിയിട്ട് ആ മയം വരുത്തണത്. പിന്നെ വൃത്തിയാവണം, കാരണം ഇത് മനുഷ്യന് ആഹാരം കഴിക്കാനുള്ള സാധനമാണല്ലോ. ഒരു ദിവസം ഇപ്പോൾ എത്ര പാള നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം? അത് ഓർഡറിനനുസരിച്ചിട്ടാണോ? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ അടിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്ക് കറണ്ട് പോകാണ്ട് നേരെ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1000 പാളയൊക്കെ ഒരു ദിവസം 1000 പാള വരെ വേണ്ടി വരും, ദിവസം വേണ്ടി വരും. ഇതിപ്പോൾ 2 സൈഡും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുത്തിച്ചാരി വെക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അത് നമുക്ക് പാള ഇത് പ്രൊഡക്റ്റ് ഒക്കെ ഇത് ചാരി വെച്ച് കഴിഞ്ഞാൽ ചാരി വെച്ച് കഴിഞ്ഞാൽ അതായത് മെഷീൻ നമ്മളൊരു മണിക്കൂർ മുന്നേ ഓൺ ചെയ്യണം. മെഷീൻ്റെ ഡൈ ഹീറ്റ് ആവണം. അപ്പോൾ അതിനൊരു മണിക്കൂർ സമയം, 1 മണിക്കൂറുണ്ട് വേണം. ആ സമയത്തിനുള്ളിൽ ഇത് കഴുകി വെക്കണം. തലേ ദിവസം ലേശം പാള കഴുകി വെക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കറക്റ്റായിട്ട് നിൽക്കും. എന്നാൽ അതിൻ്റെ കട്ടിങ്ങും പെട്ടെന്ന് ലേശം സ്പീഡിൽ പ്ലേറ്റ് ആവാനും ഒരു സൗകര്യമുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഇതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ മെഷീനറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അത് കൊണ്ടുവന്ന് വെച്ചു, അതിന് ശേഷമുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? അല്ലാതെ നമ്മൾ പണിക്കാർ ഇവിടെ വരാൻ 8:30 മണിയാവും. അപ്പോൾ 1 മണിക്കൂർ മുന്നേ നമ്മളിതിൻ്റെ എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്ത് വെക്കും. ഹീറ്റർ ഇതിൻ്റെ ഉള്ളിലും ചുവട്ടിലും ഹീറ്ററാണ്. അപ്പോൾ അത് ഈ ഡൈ ചൂടാവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനത് അഡ്വാൻസ് ആയിട്ട് തന്നെ ഓൺ ചെയ്ത് വെക്കുകയാണ്. ഹീറ്റർ ഓൺ ചെയ്ത് വെക്കും. അതെ. അപ്പോൾ 1 മണിക്കൂർ സമയമാണ് ഇത് ശരിക്കും ചൂടായി വരാൻ അത്രയും വേണം. എന്നാലും ആ പാള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് ശരിക്കും ആ ഷേപ്പിൽ കട്ടായി കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ കൊണ്ടുവന്ന് വെച്ച പാള വെക്കുകയാണോ? അതെ, അത് പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇതിൻ്റെ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാങ്ക് ഉണ്ട് അതിൽ, പവർ പാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളിൽ ഹൈഡ്രോളിക് ഓയിലാണ്. അപ്പോൾ അത് മോട്ടർ ഓൺ ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ വാൽവിൽ കൂടി ആ ഓയിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ ചുവട്ടിലേക്ക് ഇങ്ങോട്ട് വരും. ഈ വാൽവിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ പെഡൽ ചവിട്ടിനോട് കൂടി അപ്പോൾ മോട്ടർ ഓൺ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് അപ്പോഴാണ്. അപ്പോൾ അവരൊരു തലക്കൽ നിന്ന് ഓരോ ഡൈയിലും ഓരോ പാള വയ്ക്കും. അങ്ങനെ 6 എണ്ണത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാളയിൽ നിന്ന് എത്ര 2 പ്ലേറ്റ് ഏതെങ്കിലുമൊക്കെ പാളയിൽ നിന്നൊരു 3 എണ്ണം ദുർലഭം ചില പാളയിൽ കിട്ടാറുണ്ട്. ചിലതിൽ ഒരു വലുത് ഒരു ചെറുത്. അങ്ങനെ മെഷീനറി എവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ്? ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ പല സ്ഥലത്ത് കിട്ടും, മറ്റേ കർണാടകയിൽ കിട്ടും, പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ അങ്ങനെ ഇതിന്റെ കൊടുക്കുന്നതായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കിതൊരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലൊരു വെൽഡറും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ എത്ര മെഷീൻ ഉണ്ടായിരുന്നു ഇവിടെ? 2 മെഷീൻ. കാലുകൊണ്ട് ചവിട്ടുന്ന നിലവിൽ എത്ര ഉണ്ട്? ഇപ്പൊ ഇവിടെ ഈ ഹൈഡ്രോളിക്കിന്റെ മെഷീൻ 16 എണ്ണം ഉണ്ട്. 16 മെഷീൻ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ കപ്പാസിറ്റി എത്രയാണ്? ഒരു ദിവസം ഇവിടെ എങ്ങനെ മുഴുവൻ മെഷീൻ വർക്ക് ആവുകയാണെങ്കിൽ ഒരു 2500 പീസ് ഒരു ദിവസം അടിക്കാൻ കഴിയും. നിങ്ങൾക്ക് കല്യാണങ്ങൾ പോലെയുള്ള ഈ നാട്ടിൽ ഉണ്ടാവുന്ന പരിപാടികൾ ഓർഡർ വരാൻ അങ്ങനെ കുറച്ചൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും വന്നിട്ട് വാങ്ങാറുണ്ട്. അധികം അത് വരാത്ത എന്താ വെച്ചാൽ ഇതിന് ലേശം വില കൂടുതലാണ്. മറ്റുള്ള നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്ലേറ്റിനെ അപേക്ഷിച്ച് ഇതിന് വില കൂടും. കാരണം ഇതിനൊരു പാളയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞ 4 രൂപ വില വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലേറ്റിന് എന്ത് വിലയാണ്? ഇതിപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റ് എത്ര ചുരുങ്ങിയാൽ ഈ 10 ഇഞ്ച് പ്ലേറ്റ് നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്ന പ്ലേറ്റ് ഒരു 4 രൂപയെങ്കിലും കിട്ടണം. 4 രൂപയ്ക്ക് കിട്ടണം ഒരു പ്ലേറ്റിന് 4 രൂപ കിട്ടണം. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അത് 4 രൂപ നിങ്ങളൊരു പ്ലേറ്റിന് എടുക്കുമ്പോഴേ ഇവിടെ അങ്ങനെ ഇത്രയും മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം അത്യാവശ്യം കറണ്ട് ചാർജ് ഇവിടെ ഇപ്പോൾ ഈ മെഷീൻ മുഴുവൻ കൂടെ വർക്ക് ചെയ്യണ 15,000-16,000 രൂപ കറണ്ട് ബിൽ മാസം വരും. ഒരു മാസത്തിൽ വരുന്നുണ്ട്. ഒരു മാസം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലിക്കാർ 5 ജോലിക്കാരുണ്ട്. ഇത് മാസം 15,000 രൂപ കറണ്ട് ചാർജ് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി കോസ്റ്റ് എല്ലാം കൂടി എടുക്കുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെ ഇത് ലാഭകരമാവുന്നത്? അല്ല, നമ്മളിപ്പോൾ അത് മൊത്തം കണക്കൂട്ടി നോക്കുമ്പം ഒരു പാള നമ്മൾ ജോലി ചെയ്താൽ ഈ പാളയുടെ 4 രൂപ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ 1.5 രൂപ നമുക്ക് എല്ലാ ചിലവും പടെ വരും. അതായത് കറണ്ടും ഇവരുടെ കൂലി. അപ്പോൾ 5.5 രൂപ വരും. 5 രൂപ വരും. ഒരു പാളയിൽ നിന്ന് 2 എണ്ണം കിട്ടും അല്ലേ?
അപ്പോൾ 8 രൂപ കിട്ടും. 8 രൂപ. അപ്പോൾ 5 രൂപ 3.5. അതിപ്പോൾ എല്ലാതും ഈ 4 രൂപ കിട്ടുന്ന പ്ലേറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലത് അതിൻ്റെ ചെറുതായിരിക്കും. അപ്പോൾ ഒരു 2.5 രൂപ 3 രൂപ അങ്ങനെ വന്ന പ്ലേറ്റുകളും ഉണ്ട്. 3 പ്ലേറ്റ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ 8 രൂപയെന്ന് കണക്കാക്കാൻ പാടില്ല. ആവറേജ് അവർ 7 രൂപ ഒരു പാളയിൽ. അപ്പോൾ 5.5 രൂപ കഴിച്ചിട്ട് ബാക്കി വരുന്ന പൈസ കിട്ടും. 1.5 രൂപ അല്ലേ? അപ്പോൾ നമ്മളൊരു 1000 പാള പണിയെടുത്താൽ ഒരു ദിവസം ഒരു 1500 രൂപ കിട്ടുന്ന മാതിരി അങ്ങനെ വരും. അതായത് ഇവരുടെ എല്ലാം കഴിച്ചിട്ട് കൂലിയും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ്. അതെ, അതാണ് ഇതിൻ്റെ ഒരു ബിസിനസ് ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കതൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതെ. പിന്നെ ഒക്കെ വലിയ പാള കിട്ടണമെങ്കിൽ ചെറിയൊരു മാറ്റം വരും. ഇത് ഒരുമിച്ചിട്ട് ഒരാൾ എടുക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. ഇവിടുന്ന് ഒരുമിച്ചിട്ട് ഒരാൾ എടുക്കുന്നു. അപ്പോൾ ഈ ഒരുമിച്ചിട്ട് ഒരാൾ എടുക്കുമ്പോഴേ പിന്നെ ഇതിന് അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഡിസ്കൗണ്ട്? അല്ല, ഒന്നുമില്ല. ഇല്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ലേ. കാരണം ഇതിന്റെ ചെലവ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരേ ചെലവാണേ. അപ്പൊ അതില് പൈസ കുറയ്ക്കാനോ മറ്റുള്ള ഇത് മാർക്കറ്റിൽ ഈ പാളയ്ക്ക് എന്ത്, ഈ പ്ലേറ്റിന് എന്ത് വിലയാണ് വരുന്നത്? നമ്മളിത് കൊടുക്കണത് ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാണ്. അവരുടെ വില എന്ന് പറഞ്ഞത് വലിയ വിലയാണ്. അതിപ്പോ നമ്മൾ അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം വരുന്നത് നമ്മൾ പറയില്ലല്ലോ അവരതിന്റെ കാര്യങ്ങൾ. പുള്ളിയുടെ അടുത്തല്ല ഞാൻ ചോദിക്കുന്നത്, മൊത്തത്തിൽ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഇപ്പോൾ റെയിൽവേയിലൊക്കെ കണ്ടിട്ടുണ്ട്. റെയിൽവേയിൽ പക്ഷെ അവർക്കൊന്നും പറഞ്ഞാൽ ഈ ക്വാളിറ്റിയുടെ ആവശ്യമില്ലേ. അതായത് അവർക്ക് സാധാ ഒരു പ്ലേറ്റുകൾ മതി. നമ്മളുടെ ഈ ക്വാളിറ്റി, ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ആകുമ്പോൾ അതിനൊരു വില വേറെയുണ്ട്. അതാ ഞാൻ ചോദിക്കുക, അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോൾ നിങ്ങളുടെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, വേറൊരാൾ ഇപ്പോൾ റെയിൽവേയിലൊക്കെ വരുന്നതിന് ആ ക്വാളിറ്റി കമ്മിയുണ്ട്. അതിൽ ആ ക്വാളിറ്റി വ്യത്യാസം എന്താണ് സംഭവം? അല്ല, അതെന്താ വെച്ചാൽ ഈ പാളയിൽ ഈ പ്ലേറ്റ് പിന്നെ നമ്മുടെ ഈ കരിമ്പൻ എന്ന് പറയുന്ന ഫംഗസ് അത് പാടില്ല നമ്മുടെ ഈ പ്ലേറ്റിൽ. പ്ലേറ്റിൽ എങ്ങും പാടില്ല. ഇതെങ്ങനെയാണ് നിങ്ങളിത് പാക്കാക്കുന്നത്? എത്ര എണ്ണം വെച്ചിട്ടാണ് പാക്കാക്കുന്നത്? ഇത് ഈ സംഭവം എങ്ങനെയാണ് അതിൻ്റെ പാക്കാക്കുന്ന രീതി എങ്ങനെയാണ്? അത് പിന്നെ ഓരോ സൈസ് പ്ലേറ്റും ഓരോ സൈസ് കവറിലാണ്. അതായത് ചില പ്ലേറ്റ് 50 എണ്ണം ഒരു കവറിലാക്കും, ചിലത് 100 എണ്ണം ആക്കും, ചിലത് 75. അങ്ങനെ ഓരോ കവറിൻ്റെ അതായത് അത് എന്താ കണക്കാക്കാന്ന് വെച്ചാൽ ചാക്കിൽ ഇത് നിറയ്ക്കുമ്പോൾ ഒരു ചാക്കിൽ ഇത്ര എണ്ണം കണക്കുണ്ട്. അപ്പം ചിലതിൽ 600 എണ്ണം കൊള്ളും, ചിലതിൽ 300, ചിലതിൽ 200 അങ്ങനെ പോകുള്ളൂ. ആ പ്ലേറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ ആ ചാക്കിൽ എങ്ങനെയത് കറക്റ്റ് ആവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് കവർ ചെയ്തിട്ട് ചാക്കിൽ നിറയ്ക്കും. അങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്തതേ. അവർ പിന്നെ അവർ പാക്ക് ചെയ്യും. കാരണം അവരിത് വിദേശത്തേക്കല്ലേ കയറ്റി വിടണത്. അതിന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പറ്റില്ലല്ലോ. പിന്നെ ഇത് ചാക്കിലല്ലേ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണത്. അവരെ കംപ്ലീറ്റ് ഓരോന്നും അവരഴിക്കും. ഓരോ പ്ലേറ്റും അവരുടെ കൈ ചെല്ലും. അതിൽ ചെല്ലും. ഒരു ദിവസം ഇവിടെ എത്ര പാക്ക് ആക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ വർക്കേഴ്സിൻ്റെ? ഏകദേശം അല്ലാതെ ചില ദിവസം ഞങ്ങൾ പാക്ക് ചെയ്യില്ല. അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും. അന്ന് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കവറിലാക്കി വെക്കുകയുള്ളൂ. പിന്നെ പിറ്റേ ദിവസമായിരിക്കും ഒക്കെ തൂത്ത് തുടച്ച് കവറിലാക്കി ചാക്കിലാക്കിയിട്ട് അത് ഉള്ളിൽ കൊണ്ട് അവിടെ വയ്ക്കും. ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയൊക്കെ ഡൈ ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഓരോന്നും പറയല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂണ്, അതിപ്പോൾ ഒരു സ്പൂണിന് ഒരു 50 പൈസ നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ താഴേക്ക് ഇത് ഇങ്ങനെ ഒരു സ്പൂണ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ ഒരു സ്പൂണായിട്ട് അടിക്കാമല്ലോ. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സും ഉണ്ടാവുമല്ലോ. ഇതല്ലേ ഐസ്ക്രീം ബോക്സ്? അതെ അല്ലേ? ഇങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ ഇതും സ്പൂണും ഇങ്ങനെ ഒരു ബോക്സും കൂടി അടിക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ വീതി കുറഞ്ഞ പാളയെന്നൊക്കെ നിങ്ങളിങ്ങനെ വേസ്റ്റ് വരുന്ന ഇതിൽ നിന്നാണോ ഇതെടുക്കുന്നത്? അങ്ങനെ ഇത് അടിക്കാൻ പറ്റില്ല. ഇതിനായിട്ട് തന്നെ പാള വേണം. അപ്പോൾ ഒരു പാളയിൽ നിന്ന് എത്ര ബോക്സ് അടിക്കാൻ പറ്റും? നമ്മൾ പ്ലേറ്റ് അടിക്കുമ്പോൾ 2 എണ്ണം ചിലത് കിട്ടും. ഇതാകുമ്പോഴോ വലുത് ഇത് ഒരു 4 എണ്ണം കിട്ടും. വീതി കുറഞ്ഞ പാള ഉപയോഗിക്കാം. വീതി കുറഞ്ഞത് അതായത് ഈ വലിപ്പമുള്ളതൊന്നും അടിക്കാൻ പറ്റാത്ത ചെറിയ പാളകളുണ്ടല്ലോ. നിങ്ങൾ എത്ര തരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇത് അടിക്കുന്നത്? എത്ര തരം ഉണ്ടായിരിക്കും? ഏകദേശം ഒരു 10-12 മോഡൽ 12 മോഡൽ അടിക്കുന്നുണ്ട്. എല്ലാറ്റിനും സെപ്പറേറ്റ് വിലയാണോ? സെപ്പറേറ്റ് വിലയാണ്. അതിൽ ഇതിനൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഇതിന്റെ ഒരു ഐഡന്റിറ്റി എങ്ങനെയാണ്? അതായത് പറയാ 7 ഇഞ്ച് പ്ലേറ്റ്. ഇതൊരു പിന്നെ 3 രൂപ കിട്ടണം. അതെ. ഇതാണ് നമ്മൾ മറ്റ് ഫംഗ്ഷനൊക്കെ ഫുഡ്. ഇതൊരു 8.5 ഇഞ്ച് സൈസാണ്. ഇത് 7, ഇത് രണ്ടും 8.5 ഇതൊരു 4 രൂപ 4 രൂപയുടെ അടുത്ത് ഇതിന്. ഇതൊരു 14 നീളം 10 ഇഞ്ച് വീതി. ഇതൊക്കെ ഒരു 8.5 രൂപ കിട്ടിയാലേ ഇതൊരു ട്രേ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ? അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഇതിനൊക്കെ സെപ്പറേറ്റ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത്? 850 ഇതിന് കിട്ടണം. അത് ഒരു പാളയിൽ നിന്ന് 2 കിട്ടുമോ? ഇത് കിട്ടാൻ വിഷമാണ് ഒരു പാളയ്ക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എമൗണ്ടിലേക്ക് എത്തി. അതായത് ഒരെണ്ണം വരുമ്പോഴേക്ക് 8.5 രൂപ കിട്ടുന്ന രീതിയിലേക്ക് എത്തി അല്ലേ? ഇതിപ്പോൾ ഒരു ഐസ്ക്രീം കപ്പാണ്. ഇത് നമുക്കൊരു 250 കൊടുക്കാൻ കഴിയും, ഒരെണ്ണം കൊടുക്കാൻ കഴിയും. ഇത് അതിൻ്റെ ചെറുത് ഇതല്ലേ? അതിപ്പോൾ ഒരു 1.5 രൂപ കിട്ടിയാൽ നമുക്കത്. ഇതൊക്കെ അവർ പറയണതിനനുസരിച്ചിട്ട് നിങ്ങൾ അല്ല, നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തണില്ല. ഓക്കെ, അടിച്ച് വെക്കുക. ഇത് പിന്നെ എല്ലായിടത്തും കാണാറുണ്ട് സോപ്പ്. ഇത് നമ്മുടെ എല്ലാ കാർഷിക മേളയിലും ഇത് പോകുന്നുണ്ട്. ഇത് ആ വലിയ ഒരു പ്ലേറ്റ് ആയിരിക്കും അവിടെ എൻറ്റിൽ. ഇത് വലിയ പ്ലേറ്റ്, ഏറ്റവും വലിയ പ്ലേറ്റ് ആണ് 12 ഇഞ്ച്. ഇത് 12 ഇഞ്ച്. ഞാൻ ഇത്രയും ഇത് അടിക്കണമെങ്കിലേ ഇത്രയും വീതിയിലുള്ള പാള വരണ്ടേ? സെലക്ടഡ് പാളയെ അതിന് പറ്റുള്ളൂ. ഒരു 15%, 20% പാളയൊക്കെ അത് നമുക്കൊരു ലോഡ് ഇറങ്ങുമ്പോൾ എത്ര, അതിന് ഒരു 20% പാളയൊക്കെ ഇത് അടിക്കാൻ പറ്റിയതുണ്ടാവും. നോക്കൂ, നമ്മളിവിടെ വന്നപ്പോൾ ഒരു ജൈവ പ്രൊഡക്റ്റിനെ എങ്ങനെ ഏറ്റവും നല്ലൊരു മൂല്യവർദ്ധിത രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതിലേറ്റവും സങ്കടകരമായ വേറൊരു കാര്യം, നമ്മുടെ വീടുകളിലാണ് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുവിധം കർഷകരുടെ എല്ലാം അടുക്കൽ ഈ കവുങ്ങ് എന്ന വിളയുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഇതിൻ്റെ പാള നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്കിത് സ്വരുക്കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് ഓരോ കർഷകനും വലിയൊരു ലാഭത്തിലേക്ക് കടന്നു വരാൻ കഴിയും. അതുമാത്രമല്ല, ഒരു കർഷകൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് വലിയൊരു മാനസിക ധൈര്യം തന്നെ വേണം. അത് ശരിക്കും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് ലാഭകരമാക്കി എടുക്കുന്നതിൽ രവിയേട്ടൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ പുള്ളി ചെയ്തിട്ടുള്ള ആ രീതികളും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവ്, ഓർഗാനിക് കേരളത്തിന് വേണ്ടി പുതിയൊരു അറിവ് നമുക്ക് തന്നതിന്, എല്ലാ ആളുകളിലേക്കും അത് എത്തിക്കാനുള്ളൊരു സൗകര്യം കൂടി നമുക്ക് ഒരുക്കി തന്നതിന് രവിയേട്ടനോട് ഒരുപാട് നന്ദിയും കടപ്പാടും, നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ നന്ദിയും കടപ്പാടും പുള്ളിയോട് നമ്മൾ അറിയിക്കുകയാണ്. ഒരുപാട് താങ്ക്സ് രവിയേട്ട. താങ്ക്സ്.